നമസ്കാരം. ഡോക്ടേഴ്സ് ലൈവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി CM ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ ഷൈജസ് സാറാണ്. വെൽക്കം സർ. താങ്ക് യു. സർ, സ്ത്രീകളിൽ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? സ്ത്രീകളിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രത്യുൽപാദനത്തിന് വേണ്ടത് 3 അവയവങ്ങളാണ്. ഒന്ന് ഗർഭാശയം, അതായത് യൂട്രസ്. രണ്ടാമത്തത് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴൽ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അണ്ഡാശയം അല്ലെങ്കിൽ ഓവറീസ്. ഈ ഗർഭാശയത്തിനെയും അണ്ഡാശയത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴൽ. അപ്പോൾ നമുക്ക് വേണ്ടത് കൃത്യമായൊരു അണ്ഡോത്പാദനം നടക്കണം. അത് അണ്ഡാശയത്തിൽ നിന്നാണ് നടക്കുന്നത്. അതിന് കൃത്യമായൊരു മെൻസസ് ഒക്കെ അതുകൊണ്ടാണ് അങ്ങനത്തെ സ്ത്രീകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ കൃത്യമായ അണ്ഡോത്പാദനം ഉണ്ടാവണം. ആ അണ്ഡത്തിന് കൃത്യമായിട്ട് ബീജവുമായിട്ട് മീറ്റ് ചെയ്യാൻ അത് അണ്ഡവാഹിനി കുഴലിലേക്ക് വരണം. അതുകൊണ്ട് അണ്ഡവാഹിനി കുഴൽ ബ്ലോക്കുകളൊന്നും ഇല്ലാതെ നോർമലി പ്രവർത്തിക്കുന്ന അണ്ഡവാഹിനി കുഴലായിരിക്കണം. രണ്ടാമത്, അണ്ഡവാഹിനി കുഴലിൽ വെച്ച് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് അണ്ഡവും പുരുഷ ബീജവും കൂടെ കൂടിച്ചേർന്ന് ഭ്രൂണം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭ്രൂണം തിരിച്ച് വന്ന് ഉരുണ്ട് വന്ന് ട്യൂബ് വഴി വന്ന് ഗർഭാശയത്തിൽ വന്നിട്ടാണ് ഒട്ടിപ്പിടിക്കേണ്ടത്. അപ്പോൾ ഗർഭാശയത്തിൻ്റെ അവസ്ഥയും ഒരു നല്ല ഗർഭിണിയാവാൻ വേണ്ട സാധ്യതകളെ നിശ്ചയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ.